ചെമ്പകം പൂക്കുന്ന താഴ്വരയിൽ ഭാഗം 4. രഞ്ജിത്ത്, മീര, മീനു, മാധവി, കാർത്തിക്. ഒന്നുമില്ല മീര, ഞാൻ വരാം. നിനക്ക് ആ ജോത്സ്യനെ കണ്ടതിന് ശേഷം ഒരു തീരുമാനം എടുക്കാൻ കഴിയുമെങ്കിൽ ഞാൻ വരാം. നമുക്ക് ഒരുമിച്ച് പോകാം. എന്താ പോരെ? പക്ഷെ മീര, എനിക്ക് ഈ കാര്യങ്ങളൊന്നും വിശ്വാസമില്ലാത്തത് കൊണ്ട് പറയുകയാണ്. ആ ജോത്സ്യൻ എന്ത് പറയുന്നു എന്ന് എനിക്കറിയില്ല. ഒരുപക്ഷെ നിനക്കങ്ങനെ ഒരു ദോഷമുണ്ടെന്ന് പറഞ്ഞാലും നിന്നെ വിവാഹം കഴിക്കാനൊരു തീരുമാനത്തിൽ നിന്ന് എനിക്ക് യാതൊരു മാറ്റവും ഉണ്ടാകില്ല. രഞ്ജിത്ത് വളരെ ആർജവത്തോടെ പറഞ്ഞു. മീര മറുപടിയായി തലയാട്ടുക മാത്രം ചെയ്തു. അവർക്കിടയിൽ എന്തോ ഒരു നിശബ്ദത നിഴലിച്ചു. വാക്കുകൾ രണ്ടാൾക്കും കിട്ടാത്തൊരവസ്ഥ. അവർ രണ്ടുപേരും ഒന്നും മിണ്ടാതെ പാടവരമ്പിലൂടെയും കുളക്കരയിലൂടെയും സെൽഫി എടുത്ത് നടക്കുന്ന മീനുവിനെ നോക്കി നിന്നു. അല്പസമയം കഴിഞ്ഞതും മീനു സെൽഫി എടുക്കൽ നിർത്തി അവൾ അവരുടെ അടുത്തേക്ക് വന്നതും കഴിഞ്ഞോ നിന്റെ ഫോട്ടോ എടുക്കൽ? മീര ചോദിച്ചു. എന്നാ ഞാൻ ഫോണൊന്ന് ഓഫാക്കി വെക്കട്ടെ? രഞ്ജിത്ത് ചിരിച്ചുകൊണ്ട് പറഞ്ഞു. നിങ്ങളൊക്കെ പറയുന്നത് കേട്ടാത്തത് ഞാൻ മാത്രമേ ലോകത്ത് സ്റ്റാറ്റസ് ഇടാറുള്ളൂ എന്ന്. വാട്സപ്പിൽ ഇന്ന് സ്റ്റാറ്റസ് വന്നിരിക്കുന്നത് സ്റ്റാറ്റസ് ഇടാനല്ലേ, അല്ലാതെ ഭംഗിക്ക് ഇരിക്കട്ടെ എന്ന് കരുതിയില്ലല്ലോ. രഞ്ജുവിൻ്റെ സ്റ്റാറ്റസ് ഇടുന്നത് ഞാൻ കാണട്ടെ എന്ന് പറഞ്ഞ് മീനു രഞ്ജുവിൻ്റെ കയ്യിൽ ഒരു നുള്ളു വെച്ചു കൊടുത്തു. നമ്മൾ സ്റ്റാറ്റസ് ഒക്കെ വെക്കുമ്പോൾ ഒരു മര്യാദ ഉണ്ട്. നീ അങ്ങനെയാണോ? ആദ്യം കാണുമ്പോൾ ഒരു റൗണ്ട്, അപ്പോൾ കരുതി ഒരു ഫോട്ടോയേ ഉള്ളൂ എന്ന്. തുറന്നു നോക്കുമ്പോഴല്ലേ അറിയൂ ഒരു 10-25 ഫോട്ടോ എങ്കിലും ഉണ്ടാകും. ഇനി ഏതെങ്കിലും ഒന്ന് നോക്കിയില്ലെങ്കിലോ അപ്പം തൊട്ടത് നോക്കുന്നത് വരെ വിളിച്ചുകൊണ്ടിരിക്കും. എന്താ ഞാൻ പറഞ്ഞത് ശരിയല്ലേ? രഞ്ജിത്ത് മീനുവിനോട് ചോദിച്ചതും മീനു രഞ്ജുവിനെ നോക്കി കൊഞ്ഞനം കുത്തി. എന്നിട്ട് അയ്യോ, നമ്മൾ ഒരുമിച്ചൊരു സെൽഫി എടുത്തില്ല എന്ന് പറഞ്ഞ് മീനു അവരെ ചേർത്ത് നിർത്തി ഒരു സെൽഫി എടുത്തു. നമുക്ക് പോകാം? രഞ്ജിത്ത് ചോദിച്ചു. അപ്പോൾ രഞ്ജിത്തേട്ടാ, ചേച്ചി എല്ലാം പറഞ്ഞല്ലോ, നാളെ പോകുകയല്ലേ? പിന്നല്ലാതെ, നിങ്ങൾ റെഡിയായിട്ട് വിളിച്ചാൽ മതി. ഞാൻ വണ്ടിയായിട്ട് വീട്ടിലേക്ക് വരാം. നമുക്ക് ഒരുമിച്ച് പോകാം രഞ്ജിത്ത് പറഞ്ഞു. എങ്കിൽ ശരി, നാളെ കാണാം എന്ന് പറഞ്ഞ് അവർ 3 പേരും അവിടെ നിന്ന് അവരുടെ വീട്ടിലേക്ക് പോയി. മീരയും മീനുവും തിരിച്ച് വീട്ടിലെത്തുന്നതും കാത്ത് മാധവി അക്ഷമയോടെ ഉമ്മറപ്പടിയിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. തിരിച്ചെത്തിയ അവരെ കണ്ടതും എന്തായി മോളെ, സംസാരിച്ചോ? രഞ്ജിത്തിന് മോളെ കല്യാണം കഴിക്കാൻ ഇഷ്ടക്കുറവൊന്നുമില്ലല്ലോ. അവൻ നാളെ ജോത്സ്യനെ കാണാൻ വരാമെന്ന് സമ്മതിച്ചോ? മാധവി വെപ്രാളത്തോടെ ചോദിച്ചു. വല്യം വെപ്രാളപ്പെടാതെ, രഞ്ജിത്ത് നാളെ വരാമെന്ന് സമ്മതിച്ചു. കാര്യങ്ങളെല്ലാം മീര വിശദമായി വല്യമ്മയോട് പറഞ്ഞു. എല്ലാം മംഗളമായി നടന്നാൽ മതിയായിരുന്നു. എൻ്റെ കുട്ടികളുടെ ജീവിതത്തിൽ നല്ലത് മാത്രം വരുത്തണേ ഈശ്വര. മാധവി മീരയുടെയും മീനുവിൻ്റെയും കവളിൽ കൈവച്ചുകൊണ്ട് ഈശ്വരനോട് പ്രാർത്ഥിച്ചു. ഇന്ന് രാത്രിയും മീരയ്ക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. നാളെ ജോത്സ്യനെ കാണാൻ പോകുന്നതിനെക്കുറിച്ച് ആലോചിച്ച് അസ്വസ്ഥമായ തൻ്റെ മനസ്സിനെ പ്രാഗിക്കൊണ്ട് തിരിഞ്ഞും മറിഞ്ഞും കിടന്നെങ്കിലും ഉറക്കം തൻ്റെ കണ്ണുകളെ ഇന്നും തൊട്ടു തീണ്ടിയിട്ടില്ല എന്ന് മനസ്സിലാക്കിയ മീര തൻ്റെ അടുത്തുറങ്ങിക്കിടക്കുന്ന മീനുവിനെ ഒന്ന് നോക്കിക്കൊണ്ട് തൻ്റെ മീശവരപ്പിൽ നിന്നും ഒരു പുസ്തകമെടുത്ത് മുറിക്ക് പുറത്തിറങ്ങി ഹാളിലെ ജനലോരത്ത് വന്നിരുന്നു. ജനൽപ്പാളികൾ തുറന്ന് പുറത്തേക്ക് നോക്കി. നല്ല നിലാവ് പെയ്തിറങ്ങുന്ന രാവ്. ജനലുകൾക്കിടയിലൂടെ വരുന്ന തണുത്ത കാറ്റ് മീരയെ പുണർന്നു. തൻ്റെ മുടിയിഴകൾക്കിടയിൽ പൊഴിഞ്ഞു വീണ ചെമ്പകത്തിൻ്റെ ഇതളുകൾ പെറുക്കിയെടുത്ത് അവയെ മീര തൻ്റെ മുഖത്തോട് ചേർത്ത് വെച്ച് ഗന്ധം നുകർന്നു. മീരയുടെ മുഖത്ത് അറിയാതെ ഒരു ചെറു പുഞ്ചിരി വിടർന്നു. ഉറങ്ങാൻ മാത്രമല്ല, ഉറങ്ങാതിരിക്കാൻ കൂടിയുള്ളതാണ് രാത്രികൾ എന്ന് എവിടെയോ വായിച്ചതവൾ ഓർത്തു. അസ്വസ്ഥമായ തൻ്റെ മനസ്സിനെ ഇത്ര വേഗം ശാന്തമാക്കിയ ആ നിലാവിനോട് നന്ദി പറഞ്ഞുകൊണ്ട് മീര തൻ്റെ കയ്യിലെ പുസ്തകം വായിച്ചു തുടങ്ങി. അതേ രാത്രി ഉറക്കം വരാതെ ഡിം ലൈറ്റിൻ്റെ അരണ്ട വെളിച്ചത്തിൽ കണ്ണുകൾ തുറന്ന് കാർത്തിക് മുകളിൽ കറങ്ങുന്ന ഫാനിലേക്ക് നോക്കി കിടക്കുകയാണ്. ഫാൻ കറങ്ങുന്നുണ്ടെങ്കിലും കാർത്തിക് വിയർത്തൊഴുകുന്നുണ്ടായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് നെറ്റിയിലെയും കഴുത്തിലെയും വിയർപ്പ് കണങ്ങൾ തൂർത്തുപയോഗിച്ച് അയാൾ തുടച്ചെടുത്തു. വല്ലാതെ ദാഹം തോന്നിയ കാർത്തിക് എണീറ്റ് ലൈറ്റിട്ട് വാച്ചിലേക്ക് നോക്കി. 4:30 കഴിഞ്ഞിരിക്കുന്നു. വേഗം മൺകുടത്തിൽ നിറച്ചു വെച്ച വെള്ളത്തിൽ നിന്നും വളരെ പരമേശത്തോടെ വെള്ളമെടുത്ത് കുടിക്കുന്നതിനിടയിൽ മേശപ്പുറത്തിരിക്കുന്ന ലെറ്ററിലേക്ക് കാർത്തിക്കിൻ്റെ കണ്ണുകൾ പോയി. ലെറ്റർ കണ്ടതും കാർത്തിക്കിൻ്റെ നെഞ്ചൊന്ന് പിടഞ്ഞു, കണ്ണുകൾ നിറഞ്ഞു. ആ ലെറ്റർ എടുത്ത് എന്തോ ഒന്ന് ആലോചിച്ചതിനു ശേഷം
മേശവലിപ്പിനുള്ളിലേക്കിട്ട് കണ്ണുകൾ തുടച്ചു. ചുമരിൽ തൂങ്ങുന്ന കണ്ണാടിയുടെ മുന്നിൽ പോയി നിന്ന് ദയനീയമായി അയാൾ തൻ്റെ പ്രതിബിംബത്തിലേക്ക് നോക്കി നിന്നു. അല്പനേരം കഴിഞ്ഞപ്പോൾ കാർത്തിക് തൻ്റെ നിറഞ്ഞ കണ്ണുകൾ തുടച്ചതിനു ശേഷം വാഷ് ബേസിൽ പോയി മുഖം കഴുകി വീണ്ടും കണ്ണാടിയിലേക്ക് നോക്കി. തൻ്റെ മുഖത്ത് എപ്പോഴും നിറഞ്ഞു നിൽക്കുന്ന പുഞ്ചിരി വീണ്ടും തൻ്റെ മുഖത്തേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചു. അയലിൽ തൂങ്ങുന്ന പാൻറ്റിൻ്റെ പോക്കറ്റിൽ നിന്നും ഒരു ഗുളികയെടുത്ത് കാർത്തിക് കഴിച്ചു. വീണ്ടും വാച്ചിലേക്ക് നോക്കി. സമയം 5:30 എന്നിട്ട് ധൃതിയിൽ വാതിലടച്ച് കാർത്തിക് പുറത്തേക്കിറങ്ങി. ഹോസ്റ്റലിന് മുൻവശത്തുള്ള ഓടുമേഞ്ഞ ഒരു ചായക്കടയിലേക്ക് കയറി ചെന്നു. ചന്ദ്രകളഭം ചാർത്തിയുറങ്ങും തീരം എന്ന മനോഹരമായ ഗാനം റേഡിയോയിൽ പാടിക്കൊണ്ടിരിക്കുന്നു. കാർത്തിക് ആ പാട്ടിന് താളം പിടിച്ചുകൊണ്ട് അവിടുത്തെ ബെഞ്ചിൽ പോയിരുന്നു. വർഷങ്ങളുടെ പഴക്കം ആ ചായക്കടയ്ക്കുണ്ടെന്ന് അവിടുത്തെ ചുമരിൻ്റെയും ബെഞ്ചിൻ്റെയും അവസ്ഥ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും. കയറി ചെല്ലുമ്പോൾ വലതുവശത്തെ ചുമരിൽ പ്രേം നസീറും സത്യനും മധുവും ഉമ്മറും വിൻസെന്റും ഷീലയും ജയഭാരതിയും ശാരദയും. നേരെ എതിർവശത്തെ ചുമരിൽ മുഹമ്മദ് റാഫിയുടെയും യേശുദാസിൻ്റെയും ദേവരാജൻ മാസ്റ്ററുടെയും MS ബാബുരാജിൻ്റെയും ജീവൻ തുളുമ്പുന്ന ചിത്രങ്ങൾ വരച്ചിട്ടിരിക്കുന്നു. കാർത്തിക് ആ ചിത്രങ്ങളിൽ ഓരോന്നിലേക്കും കണ്ണോടിച്ചു. ഇന്ന് സാറ് നേരത്തെയാണല്ലോ. ചായക്കടയുടെ പിന്നിൽ നിന്നും ജനലഴിക്കിടയിലൂടെ ഒരു ചോദ്യം ഉയർന്നു. ഇന്ന് കുറച്ച് നേരത്തെയാണ് മൂസാക്ക. കടുപ്പത്തിലൊരു ചായ കിട്ടിയാൽ വളരെ സന്തോഷം. ഓ അതിനെന്താ, ഇപ്പം തരാം എന്ന് പറഞ്ഞ് അകത്ത് നിന്നും മൂസാക്ക വിളിച്ചു പറഞ്ഞു. പറഞ്ഞതുപോലെ തന്നെ വളരെ പെട്ടെന്ന് തന്നെ മൂസാക്ക ചായയുമായി കാർത്തിക്കിൻ്റെ മുന്നിലെത്തി. കടിയൊന്നും ആയിട്ടില്ല. ഇന്നലെ വൈകുന്നേരത്തെ പഴംപൊരി ബാക്കിയുള്ളതുണ്ട്. സാറ് കഴിക്കുമോ? പിന്നെന്താ, ഇങ്ങോട്ടെടുക്കേണ്ട മൂസാക്ക. തലേ ദിവസത്തെ പഴംപൊരിക്കൊരു പ്രത്യേക ടേസ്റ്റ് അല്ലേ. 2 എടുത്തോ, കാർത്തിക് പറഞ്ഞു. പെട്ടെന്ന് തന്നെ മൂസാക്ക പഴംപൊരിയും കാർത്തിക്കിൻ്റെ മുന്നിൽ കൊണ്ടുവച്ചു. നേരിയ മഞ്ഞുള്ള ആ തണുപ്പിൽ ആവി പാർന്ന ചായയും പഴംപൊരിയും കഴിച്ച് കൊണ്ടിരിക്കുന്നതിനിടയിൽ കാർത്തിക്കിനോട്, ഇന്നെന്താ സാറിൻ്റെ മുഖത്ത് നല്ല ക്ഷീണം കാണുന്നു, എന്തുപറ്റി, രാത്രി ഉറങ്ങിയില്ലേ? മൂസാക്ക ചോദിച്ചു. ഹേ ഒന്നുമില്ല മൂസാക്ക, ചെറിയൊരു തലവേദന ഉണ്ടായിരുന്നു, അല്ലാതെ വേറൊന്നുമില്ല എന്ന് പറഞ്ഞ് റേഡിയോയിൽ കേട്ടുകൊണ്ടിരിക്കുന്ന പാട്ടിനോടൊപ്പം കാർത്തിക്കും ആ വരികൾ ഏറ്റുപാടി. ഈ മനോഹര തീരത്ത് തരുമോ ഇനിയൊരു ജന്മം കൂടി, എനിക്കിനിയൊരു ജന്മം കൂടി. ആഹാ, എന്താ വരികളുടെ കാവ്യഭംഗിയല്ലേ. മൂസാക്ക ആ വരികൾ ആസ്വദിച്ചു കൊണ്ട് പറഞ്ഞു. അവർ അങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ പതിവ് സമയം ആയി തുടങ്ങിയതും അവിടേക്ക് ഓരോരുത്തരായി ചായ കുടിക്കാൻ എത്തിത്തുടങ്ങി. കാർത്തിക് സമയം നോക്കി. 6 മണിയായിരിക്കുന്നു. ചായ ഗ്ലാസ് മൂസാക്കാനെ ഏൽപ്പിച്ച്, ശരി മൂസാക്ക, നാളെ കാണാം എന്ന് പറഞ്ഞ് കാർത്തിക് അവിടെ നിന്നും തിരിച്ച് തൻ്റെ റൂമിലേക്ക് വന്നു. വീണ്ടും കണ്ണാടിയിലേക്ക് നോക്കി. തൻ്റെ മുഖത്ത് നേരത്തെ ഉണ്ടായിരുന്ന വിഷാദഭാവം മാറിയിരിക്കുന്നു. മുഖത്ത് വീണ്ടും ആത്മധൈര്യത്തിൻ്റെ പ്രസരിപ്പ് കാണാൻ തുടങ്ങിയിരിക്കുന്നു. ഒരു നിമിഷം കണ്ണാടിയിൽ തന്നെ നോക്കി നിന്നതിന് ശേഷം കാർത്തിക് അയലിൽ നിന്ന് തോർത്തെടുത്ത് കുളിക്കാനായി ബാത്റൂമിലേക്ക് പോയി. കുളിച്ചു വന്ന കാർത്തിക് തോർത്ത് അയലിൽ വിരിച്ചിട്ട് മേശപ്പുറത്തിരിക്കുന്ന ഫോൺ എടുത്ത് കട്ടിലിൽ വന്നിരുന്നു. ഫോൺ ഓൺ ചെയ്ത് നോക്കിയതും ഷമീറിൻ്റെ 9 മിസ്ഡ് കോൾ കണ്ട് കാർത്തിക് ഒരൽപ്പം ഭയത്തോടെ തിരിച്ചു വിളിച്ചു. ഹലോ ഷമീർ, കാർത്തിക് ഇടറിയ സ്വരത്തിൽ പറഞ്ഞു. മറുതലയ്ക്കിൽ നിന്നും ഷമീർ പറയുന്നതിന് മറുപടിയായി കാർത്തിക് മൂളുക മാത്രമേ ചെയ്തുള്ളൂ. 1 മിനിറ്റിനു ശേഷം ആ കോൾ കാർത്തിക് കട്ട് ചെയ്തു. തല കറങ്ങുന്ന പോലെയോ കണ്ണിൽ ഇരുട്ടു കയറുന്നത് പോലെയോ കാർത്തിക്കിന് അപ്പോൾ തോന്നി. പതിയെ കണ്ണുകളടച്ച് കട്ടിലിൽ തല ചായച്ച് അയാൾ എന്തോ ചിന്തയിലായിരുന്നു. തുടരും. ഈ ഭാഗം ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യൂ. മീര ആരെ വിവാഹം ചെയ്യണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? കാർത്തികിനെയോ അതോ രഞ്ജിത്തിനെയോ? നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യൂ. തുടർന്നും കഥകൾ കേൾക്കാൻ സബ്സ്ക്രൈബ് ചെയ്യൂ.